ഹലോ കൂട്ടുകാരെ, ഫ്ലൈ വിത്ത് അഞ്ജൂസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ വെല്ലിംഗ്ടണിലെ ഓണാഘോഷത്തിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ആഘോഷിച്ച ഒരു ഓണപരിപാടി തന്നെയായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ നമ്മളെ ഓണാഘോഷം. അങ്ങനെ ഓണാഘോഷത്തിന് നല്ല കഥകളിയും പിന്നെ മോഹിനിയാട്ടവും അങ്ങനെ കുച്ചിപ്പുടിയും എന്താ പറയണ്ടേ എല്ലാ രീതിയിലുള്ള വാദ്യോപകരണങ്ങളും എല്ലാം കൂടിയ ഒരു വലിയ ഓണം സെലിബ്രേഷൻ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. ചേട്ടന്മാരുടെ കാര്യം പറയണ്ട, അവരെല്ലാവരും നമ്മൾ ആഘോഷം അത്രയും അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യത്തെ ഓണം നമ്മളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു. ഏട്ടന്മാരെല്ലാവരും കൂടി ഹോസ്പിറ്റൽ മുഴുവൻ നല്ല രീതിയിൽ തന്നെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു നല്ല മൊമെൻ്റ് തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ നമ്മളെ ഓണാഘോഷം. ഇവരുടെ പിന്നിലുള്ള ഡാൻസ് നൃത്യങ്ങളെല്ലാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല ഒരു ഓണപരിപാടി തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ നമ്മളത്. പൂക്കളം ഇട്ടിട്ടുള്ളതും അതേപോലെ മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തതും നല്ല കലാകാരന്മാരായ നമ്മളെ കൂട്ടത്തിലെ ഏട്ടന്മാരായിരുന്നു. അതും വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓണപരിപാടിയിൽ എൻ്റെ സോളോ സോങ്ങും അതേപോലെ ഗ്രൂപ്പ് സോങ്ങും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രോഗ്രാമെല്ലാം അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. കാരണം എല്ലാവരും ഒരേപോലെ കട്ടൊക്കെ നിന്ന് നല്ല നല്ല പെർഫോമൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ ശേഷമാണെങ്കിൽ പെർഫോം ചെയ്തവർക്ക് ഏട്ടന്മാരെ വക സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ടായിന്. എൻ്റെ കെട്ടിയവനാണ് കേട്ടോ ഇപ്പോൾ അവിടെ നിന്ന് ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വെല്ലിംഗ്ടൺ ഫാമിലിൻ്റെ വക സ്പെഷ്യൽ തിരുവാതിരയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കൈകൊട്ടി കളി കളിക്കാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവർ വളരെ അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ആ ഓണം ആഘോഷത്തിന് ഒന്നും കൂടി മൂർച്ച കൂട്ടി തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മഹാബലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അത് ഒരു രസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സദ്യ കഴിക്കാനായിരുന്നു. നല്ല തിരുവനന്തപുരം സ്റ്റൈൽ ഓണസദ്യയായിരുന്നു. അതിനൊരു പ്രത്യേക ഒരു വട്ടങ്ങളൊക്കെ ഉള്ള ഒരു ഓണസദ്യയാണ് കേട്ടോ. അതുകൊണ്ടാണ് തിരുവനന്തപുരം സ്റ്റൈലിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ആ ഓണപ്പരിപാടി ആഘോഷിക്കാൻ തീരുമാനിച്ച് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇശക്കുട്ടി കുറേ നേരം പാട്ടെല്ലാം വെച്ചതിന് ഒട്ടും എനർജി പോവാണ്ട് തന്നെ ഡാൻസ് എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളെല്ലാവരും കൂടി ഭയങ്കരമായിട്ട് തകർത്ത് ഡാൻസ് കളിച്ചു. അപ്പോൾ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടും പരിപാടി ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ലല്ലോ അല്ലേ. പക്ഷേ നമ്മളെ പ്രോഗ്രാമിൽ എന്ന് വെച്ചാൽ ഓണപരിപാടീൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. പരിപാടി കഴിഞ്ഞാൽ പിന്നെ പൂക്കളം വലിച്ച് എറിയലാണ് മെയിൻ പരിപാടി. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുറച്ച് പൂക്കളം എല്ലാം വെച്ചിട്ട് ഇശക്കുട്ടിയും ഞാനും കൂടിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം മെമ്മറിക്കായിട്ട് സൂക്ഷിച്ചു വെച്ചു കേട്ടോ. ഇതാ ഇപ്പോൾ ഇശക്കുട്ടി പറഞ്ഞു എനിക്ക് ഡാൻസ് കളിക്കണം, ഇതുപോലെ തളികയെല്ലാം പിടിച്ച് നടക്കണമെന്ന്. അവൾ അങ്ങനെ നടക്കുന്നുണ്ടപ്പോൾ പണ്ട് നമ്മൾ താലപ്പൊലിയെല്ലാം എടുത്ത് നടക്കുന്നതായിട്ടാണ് എനിക്ക് ഓർമ്മ വന്നിനി. അങ്ങനെ ഒരുപാട് നേരത്തെ ഫോട്ടോഷൂട്ടിന് ശേഷം നമ്മൾ അച്ഛനെയും മോളെയും കൂടി കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് നമ്മളെ ഈ ഓണാഘോഷം അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ വീഡിയോ ഞാൻ എപ്പോഴാണ് ഇടുകയെന്നറിയില്ല. ഓണം കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ അതും തന്നെ എല്ലാവരോടും സോറി പറയുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബായ്.